എന്നെ ഉണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് കുറുക്ക് കാളൻ. ഇത് കൂടുതലും തൃശ്ശൂർ ഭാഗത്തേക്ക് അവർ കൂടുതൽ സദ്യക്കൊക്കെ ഉള്ളൊരു സാധനമാണ് കുറുക്ക് കാളൻ. അപ്പം കുറുക്ക് കാളന് ഞാൻ 3 കായാണ് എടുത്തേക്കുന്നത് കേട്ടോ. മെയിനായിട്ടും അതിനകത്ത് നമ്മളിടുന്ന പൊടി എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ കുരുമുളക് ഇട്ടാൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി ഇടണം. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം. ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെയാണ് കേട്ടോ, നമ്മുടെ നെയ്യ് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തൈര് നന്നായിട്ട് ഉടച്ച് തൈര് ഒഴിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും വെന്ത് വരുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ശരിക്കും ആ കായ ഇങ്ങനെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ കുറുക്ക് കാളനെ തൈര് നന്നായി തിളച്ചോട്ടെ, തിളച്ചിട്ട് തൈര് നന്നായി കുറുകും. അത് കുറുകിക്കോട്ടെ, കാര്യം ആ കുറുക്ക് കാളൻ അങ്ങനെയാണ്. അപ്പോൾ അല്ലാതെ അത് പിരിഞ്ഞു പോകുന്നെന്ന് വിചാരിക്കണ്ട കേട്ടോ. കണ്ടോ? അപ്പോൾ എന്നിട്ട് ഇതിനകത്തേക്ക് വേണം തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചത് ഒഴിക്കണം. അത് നമ്മൾ വീണ്ടും കുറുക്കും കേട്ടോ. അപ്പോൾ ഇത് പിരിഞ്ഞു പോകുമോ ടേസ്റ്റ് മാറുമോ എന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും വരില്ല. എന്നിട്ട് ഇതിന് ശേഷം എന്താ പറയുക, നമ്മൾ കടുക് താളിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ചൊരു ഉലുവാപ്പൊടി ഇടണം. അതുപോലെ തന്നെ നമ്മൾ കടുക് താളിച്ചൊഴിക്കുന്ന സമയത്ത് ഉലുവയും കൂടി ഇട്ടിട്ട് വേണം കടുക് താളിക്കാനായിട്ട്. ഇത് ഇങ്ങനെ നന്നായി വറ്റുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് തെറിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ വീണിട്ട് ഞാൻ ഓർത്തു എൻ്റെ കൈ പൊള്ളിപ്പോയോന്ന്, കാര്യം നല്ല പോലെ വേദനിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് അത് ഭയങ്കരമായിട്ട് പൊള്ളി പോലെ തോന്നി. അപ്പം എന്താ പറയുക, ഇതാണ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഒരു 2 സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞങ്ങളുടെ വൈക്കം ഭാഗത്തേക്കൊന്നും അങ്ങനെ കുറുക്ക് കാളൻ ഉണ്ടാക്കില്ല കേട്ടോ. കാളൻ ഉണ്ടാക്കും, പൈനാപ്പിള് അങ്ങനെയൊക്കെ വെച്ചിട്ട് കാളൻ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ കുറുക്ക് കാളൻ ഉണ്ടാക്കില്ല. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് കുറുക്ക് കാളനെ പറ്റി അറിഞ്ഞത് കേട്ടോ. ശരിക്കും അവിടെ കുറുക്ക് കാളനൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ പുറത്ത് വെച്ചേക്കും, അത് കേടാവില്ല, ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും കേടാവില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ തൈര് വെച്ചുണ്ടാക്കുമ്പോൾ ഓ മൈ ഗാഡ് ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ ഫ്രണ്ട്സ് ബൈ ബൈ, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.